നമസ്തേ. നാട്ടിൽ ഒരു വിലയുമില്ല, ജോലി സ്ഥലത്ത് യാതൊരു വിലയുമില്ല, വീട്ടിൽ പോലും വിലയില്ല. ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും വില, വാല്യൂ, ബഹുമാനം അഥവാ റെസ്പെക്റ്റ് ആവശ്യമാണ്. ബട്ട് ഭൂരിഭാഗം ആളുകൾക്കും ഈ റെസ്പെക്റ്റ് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ പലരും ഉന്നത പൊസിഷനിലിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഈ റെസ്പെക്റ്റിനെ പിടിച്ചു മേടിക്കാൻ നോക്കുകയും ദയനീയമായി പരാജയപ്പെടുന്നതുമായിട്ടുള്ള കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിൽ ബഹുമാനം കിട്ടുന്ന വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിത്വ ഗുണങ്ങളുള്ള ആൾക്കാർക്കാണ് ബഹുമാനം കിട്ടുക. ഇതൊരു സ്പിരിച്വൽ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് ഉള്ള ആളുകൾക്കാണ് ബഹുമാനം കിട്ടുക എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇത് കുറച്ച് കാര്യങ്ങളല്ല, കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇത് ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇത് സാധ്യമായിട്ടുള്ള കാര്യവുമാണ്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരീക്ഷിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, ഇടിച്ചു കയറി സംസാരിക്കുന്ന ആളുകൾ. ഒരു ഗ്രൂപ്പിലായാലും വ്യക്തികളോടായാലും ഓവർ ടോക്കിംഗ് നടത്തുന്ന ആളുകൾക്ക് ബഹുമാനം പൊതുവെ കുറവായിട്ടാണ് കിട്ടാറുള്ളത്. എന്നാൽ മിതഭാഷികൾ, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവർ, തങ്ങളുടെ ചാൻസ് വരുമ്പോൾ മാത്രം ആവശ്യപ്പെടുകയാണെങ്കിൽ, ആ സമൂഹം അഥവാ സദസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് സംസാരിക്കുന്നവർ, തീർച്ചയായിട്ടും അനുചിതമായ സമയങ്ങളിൽ ചാടിക്കയറി സംസാരിക്കുന്നവരെക്കാളും ബഹുമാനം പിടിച്ചു പറ്റാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പലപ്പോഴും നമ്മളൊക്കെ നമ്മളുടെ സംസാരിക്കാനുള്ള ടേൺ വരാനായിട്ട് കാത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യമാണ്. ഇങ്ങനെ ചാൻസ് വരുന്ന സമയത്ത് സംസാരിക്കുന്ന ആളുകൾ നല്ല ശ്രോതാക്കളായിരിക്കും, ഗുഡ് ലിസണേഴ്സ് ആയിരിക്കും. സാധാരണ ആളുകളൊക്കെ വ്യഗ്രതപ്പെട്ടിരിക്കുകയാണ്. അയാളൊന്ന് സംസാരിച്ച് നിർത്തിയിട്ട് വേണം എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട്. എല്ലാവർക്കും അങ്ങോട്ട് പറയണം. കാരണം നിറഞ്ഞ ചായക്കപ്പുകൾ പോലെയാണ്. യഥാർത്ഥത്തിൽ അങ്ങോട്ട് പറയുന്നതിന് പകരം കേട്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നിർബന്ധിതമാകുമ്പോൾ മാത്രം സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യവുമായിട്ട് ഉപമിക്കാം. അതായത് നിങ്ങളുടെ സംസാരം നിശബ്ദതയേക്കാൾ മനോഹരമാകുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രം സംസാരിക്കുക. പണ്ടൊരു റിട്ടയർഡ് പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ അറിവ് സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹവുമായി ബാക്കിയുണ്ടായിരുന്ന പണമൊക്കെ കെട്ടിപ്പിറക്കി ഒരു യാത്ര അങ്ങ് പോയി. ഈ യാത്ര പോകുന്ന സമയത്ത് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ കേരളത്തിൽ മുഴുവൻ തപ്പിയിട്ടും ഗുരുവിനെ കണ്ടെത്തിയില്ല. തമിഴ്നാട്ടിലും കർണാടകത്തിലും മറ്റു പല സംസ്ഥാനങ്ങളിലും പോയി, ഗുരുവിനെ കണ്ടെത്താനായില്ല. അവസാനം അദ്ദേഹം അങ്ങ് ദൂരെ എവിടെയോ എത്തിയ സമയത്ത് പറഞ്ഞു, അങ്ങ് കാശ്മീരിനടുത്തൊരു ഗുരുവുണ്ട് എന്ന്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഗുരുവിനെ കണ്ടെത്താനായില്ല. അവിടെ നിന്ന് ചില സന്യാസിമാർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് വേണ്ട ഗുരു അങ്ങ് ജപ്പാനിലാണുള്ളത് എന്ന്. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്ന് കൂടുതൽ പണമൊക്കെ എല്ലാം സ്വരൂപിച്ച് ജപ്പാനിലേക്ക് യാത്ര പോവുകയാണ്. ജപ്പാനിലെത്തിയ സമയത്ത് അവിടെ വലിയൊരു വനമാണ്. ആ വനത്തിനുള്ളിൽ വലിയൊരു കുന്നുണ്ട്. ആ കുന്നിന് മുകളിലാണ് ഇദ്ദേഹത്തിന് കാണേണ്ട ഗുരു. അദ്ദേഹം വളരെ പ്രായം ചെന്നൊരു ഗുരുവാണ്. ഇദ്ദേഹം ഈ കാടും മലയും ഒക്കെ താണ്ടി ആശ്രമത്തിന്റെ മുന്നിലെത്തി. നോക്കുമ്പോൾ നല്ല വെളുത്ത താടിയും മുടിയും ഒക്കെ നീട്ടിയ വളരെ വൃദ്ധനായ 100 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള ഒരു ഗുരു ഇങ്ങനെ വന്ന് നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ആശ്രമത്തിലേക്ക് ചെല്ലുകയും അദ്ദേഹം ഇയാളെ വെൽക്കം ചെയ്ത് പ്രൊഫസറെ ഉള്ളിലേക്ക് ആനയിച്ച് അവിടെ ഡൈനിങ് ടേബിളിനടുത്ത് ഇരുത്തുകയും ചെയ്യുകയാണ്. ചെറിയൊരു ആശ്രമമാണ്. ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് വൃദ്ധസന്യാസി ഞങ്ങളുടെ തന്നെ ആശ്രമത്തിന്റെ കൃഷിയിടത്തിൽ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചായ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് പ്രൊഫസർ സ്വയം പരിചയപ്പെടുത്തുകയും ഞാൻ ഇന്ന സ്ഥലത്ത് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, ഇന്ന യോഗ്യതകൾ എനിക്കുണ്ട്, എൻ്റെ വിദ്യാർത്ഥികളൊക്കെ ഉന്നതമായ നിലകളിൽ എത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രൊഫസറുടെ മുന്നിലേക്ക് അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ അടുത്തുള്ള ടേബിളിലേക്ക് ചായക്കപ്പ് കൊണ്ടുവച്ചിട്ട് ഈ ചായപാത്രത്തിൽ നിന്ന് ചൂടുള്ള ചായ ഈ ഗുരു പതിയെ പകരുകയാണ്. അങ്ങനെ ഗ്ലാസ് അരഭാഗമായി 1/4 ഭാഗമായി അത് നിറഞ്ഞു കവിഞ്ഞ് മേശയിലേക്ക് വീണ് നമ്മുടെ പ്രൊഫസറുടെ ദേഹത്തേക്ക് ചൂട് ചായ വീണു. ഉടൻ തന്നെ താൻ എന്ത് ഗുരുവാടോ, ഒരു ടേബിൾ മാനേഴ്സ് പോലും അറിയില്ലാത്ത ഒരാളാണല്ലോ താങ്കൾ എന്ന് ആക്രോശിക്കുകയാണ് ചെയ്തത്. സഡൻ റിയാക്ഷൻ അയാളിൽ നിന്നുണ്ടായി. അപ്പൊ ഗുരു മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് പ്രശ്നം. അതായത് നിങ്ങൾ വന്ന സമയം തൊട്ടേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ചെറിയൊരു കാര്യമുണ്ടായപ്പോൾ നിങ്ങൾ പ്രൊവോക്ഡായി. നിങ്ങളുടെ മനസ്സ് ഈ നിറഞ്ഞ ചായക്കപ്പ് പോലെയാണ്. അതിലേക്ക് എനിക്ക് എൻ്റെ നോളജ് പകർന്നു തരാനായിട്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലെ ആ കപ്പിൽ നിറഞ്ഞിരിക്കുന്ന ഈഗോ കളഞ്ഞതിന് ശേഷം വന്ന് നിശബ്ദനായിട്ട് എൻ്റെ മുന്നിലിരിക്കുക. കാരണം നിങ്ങൾ വായടയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുറക്കപ്പെടുന്നു എന്ന് ഗുരു പറയുകയാണ്. അങ്ങനെ നമ്മുടെ പ്രൊഫസർ ആ ഗുരുവിന്റെ കാൽക്കൽ വീണു വണങ്ങി അവിടുന്ന് ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. ഇത് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ സ്റ്റോറി പറഞ്ഞതാണ്. ഇതാണ് നമ്മൾ സംസാരിക്കുന്നത് ചെറിയ കാര്യമല്ല.
തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അത് നമ്മുടെ സമയത്ത് സംസാരിക്കുന്നതിനേക്കാൾ വിലയുള്ള ഒരു കാര്യം വേറൊന്നില്ല. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബഹുമാനം കൊണ്ടുതരുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഈ പ്രത്യേകതയുള്ള ആളുകൾക്ക് ദേ ആർ സ്പിരിച്വലി ബ്ലസ്ഡ്, അവർക്ക് ബഹുമാനം കിട്ടപ്പെടുകയും ചെയ്യും. നിലവിൽ നമ്മൾ സമൂഹ ജീവികളാണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ചിലത് വിജയിക്കുന്നു, ചിലത് പരാജയപ്പെടുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയം സംഭവിക്കുന്ന സമയത്ത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കാതെ അതിന്റെ റെസ്പോൺസിബിലിറ്റി സഹവർത്തികളുടെ തലയിൽ ചാരിവെക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ബഹുമാനം ലഭിക്കുകയില്ല. ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താൻ ലീഡ് ചെയ്യുന്ന, താൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപന മേധാവി അവരുടെ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തി, പക്ഷെ പ്രോഗ്രാം പരാജയമാകുമ്പോൾ അദ്ദേഹം സ്റ്റാഫിനോട് ചൂടാകുകയാണ് ഒരു കാരണവുമില്ലാതെ. കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ സ്ഥാപന മേധാവിയും ഈ സ്റ്റാഫും ഇവരെല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ബട്ട് ഇയാൾ എന്താണ് ചെയ്യുന്നത്? അവരോട് ഫയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ തോൽവി ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം ലീഡ് ചെയ്ത കാര്യമാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോളോവേഴ്സ്, നിങ്ങളുടെ സബോർഡിനേറ്റ്സ് നിങ്ങളെ ബഹുമാനിക്കുക തന്നെ ചെയ്യും. അല്ലാതെ അവരോട് കോപിച്ചത് കൊണ്ട് അത് തീർച്ചയായിട്ടും നെഗറ്റീവ് റിസൾട്ടേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഞാൻ എഴുതി ഒപ്പുവെച്ച് തരാം. നമ്മൾ എവിടെയായിരുന്നാലും അവിടെ പരദൂഷണ കമ്മിറ്റികൾ ഉണ്ടാവും, ഗോസിപ്പ് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പലരും പറയാറുണ്ട് ഇത് സ്ത്രീകളുടെ ഇടയിലാണ് കൂടുതൽ എന്ന്. പക്ഷെ മൊത്തത്തിൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് എല്ലാവരുടെ ഇടയിലുമുണ്ട്. പുരുഷനും സ്ത്രീകളും മിക്സ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലുണ്ട്, അല്ലാത്ത ഗ്രൂപ്പുകളിലൊക്കെ ഈ പരദൂഷണം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഈ പരദൂഷണം എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ പെടുകയും ഈ ഗോസിപ്പുകൾ പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് ആരെങ്കിലും വില കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പരസ്പരവും അംഗീകരിക്കുന്നില്ല, അവർ മറ്റുള്ളവരെയും അംഗീകരിക്കുന്നില്ല. ദേ ആർ നോട്ട് ഓക്കെ ആൻഡ് അതേഴ്സ് ആർ ഓൾസോ നോട്ട് ഓക്കെ എന്നുള്ള മെന്റാലിറ്റിയാണ് ഇവർക്ക്. അപ്പൊ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിക്ക് മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗോസിപ്പ് അല്ലെങ്കിൽ പരദൂഷണ കമ്മിറ്റികൾ പരദൂഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ആ പരദൂഷണം ആരോടാണോ പോയി പറയുന്നത് അവർക്ക് പോലും നിങ്ങളോട് ബഹുമാനമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ പിന്നിൽ നിന്ന് സംസാരിക്കരുത്. അവരുടെ മുന്നിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ അഗ്രഷനോ പാസിവിറ്റിയോ കൂടാതെ തന്മയത്വത്തോടു കൂടി പറഞ്ഞവതരിപ്പിക്കുക. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമുക്ക് പറയാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് തമാശ രൂപത്തിൽ പറയുക എന്നുള്ളതാണ്, അവരുടെ വ്യക്തിത്വത്തെ ഹർട്ട് ചെയ്യാത്ത വിധത്തിൽ. അപ്പോൾ ഈ കാര്യമാണ് അടുത്തതായിട്ട് ഉള്ള ഒരു ആത്മീയപരം നല്ല ബഹുമാനം കിട്ടുന്ന ആളുകൾക്കുള്ളത്. അപ്പം സ്വന്തം പരാജയങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ ചാരാതെ ഇരിക്കണമെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റിവിറ്റി അഥവാ പരദൂഷണങ്ങൾ പറഞ്ഞു പരത്താതെ ഇരിക്കുകയും വേണമെങ്കിൽ സ്വയം അവയർനെസ് ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മളിലേക്ക് തിരിയുകയും നമ്മളെക്കുറിച്ച് തന്നെ തീർച്ചയായിട്ടും വ്യക്തമായ ധാരണ, നമ്മുടെ നെഗറ്റീവ്സ് എന്താണ്, നമ്മളുടെ പോസിറ്റീവ്സ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ ചെറുതാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന്റെ ഇൻഫ്ലുവൻസിനൊത്ത് ഒഴുകും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇന്ന് എല്ലാവരും ഭയങ്കര കോപാകുലരാണ്. എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വരും. വഴിയിൽ വാഹനം ഓടിച്ചു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇടപെടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനോ പറയാനോ വരെ ഭയക്കേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോപിനാഥ് മുതുകാടൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പിന്റെ ഒരു പീസ് എടുത്തിട്ട് അത് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സംസാരിക്കാനും ഇടപെടാനും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് കോപാകുലനാകുക എന്ന് പറയുന്ന കാര്യത്തിന് യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ കോപം നമുക്ക് എപ്പോഴാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും അശക്തരാണ് ചുറ്റിനുമുള്ളത് എന്ന് തോന്നുമ്പോഴും, അല്ലെങ്കിൽ നമ്മളെക്കാളും ശക്തരാണ് എന്ന് തോന്നി അവരാക്രമിക്കാൻ വരികയാണ് എന്ന് തോന്നി ഭയപ്പെടുമ്പോഴുമാണ്. ഒരു കൊതുക് നമ്മളുടെ ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് കടിച്ചാൽ അഗ്രഷൻ അല്ലാതെ ഒരു വഴി ഉണ്ടാകുമെന്നാണ് ലാവോസുവിനെ പോലെയുള്ള ചിന്തകരൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് there is a way without aggression. അമിതമായിട്ട് കോപിക്കുന്ന ആളുകൾ, എല്ലാവർക്കും കോപം വരും. പക്ഷേ മറ്റുള്ളവരോട് ആക്രോശിക്കുകയും ദേഷ്യപ്പെടുകയും ആ ഇമോഷന്റെ കെട്ട് പൊട്ടിപ്പോവുകയും ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് നമ്മുടെ ലോജിക്കൽ ബ്രെയിനിന് വർക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കാത്ത സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കരുതും മറ്റുള്ളവർ നമ്മളെ ഭയക്കും, നമ്മളെ ബഹുമാനിക്കും എന്ന്. താൽക്കാലികമായിട്ട് ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടായാലും ആത്യന്തികമായിട്ട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. കോപമല്ല നിങ്ങൾക്ക് വേണ്ടത്, തന്ത്രമാണ് വേണ്ടത്. ബ്രില്യൻസ് എന്ന് പറയുന്നത് ആവശ്യമായ സമയങ്ങളിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള അളവിൽ
കോപം അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം അത് അവിടെ ആവശ്യമാണ്, അതവിടെ വർക്കൗട്ട് ആകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ചില ലീഡർഷിപ്പ് പൊസിഷനിലൊക്കെ ഉള്ള ആൾക്കാർ ഇത് ചില സമയങ്ങളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ബ്രില്യൻസ് ആണത്. അത് ആ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. സം ടൈംസ് ഇറ്റ് ഈസ് റിക്വയർഡ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം അഗ്രഷന്റെ വഴി എന്ന് പറയുന്നത് വാളെടുക്കുന്നവൻ വാളാല് തന്നെ തീരുമെന്നുള്ളതാണ്. ബിക്കോസ് ദേ ആർ നോട്ട് ലോജിക്കൽ. അവരുടെ ലോജിക്കൽ മൈൻഡിനെ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഇമോഷണലി ദേ ആർ ജമ്പിങ് ഇൻ ടു ആൻഡ് അനുഭവിക്കുന്നു. ചില ആളുകളുണ്ട് നിലപാടുകളിൽ നിന്ന് മലക്കം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടിയിൽ ചാടി, അതിനുശേഷം അടുത്ത പാർട്ടിയിൽ ചാടി, ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി മറിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്ത് തന്നെ ആയാലും പാർട്ടി മതമൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, വലിയ വാല്യൂ ഉള്ള കാര്യങ്ങളല്ല. മറിച്ച് നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങളുടെ മൊറാലിറ്റി, നിങ്ങളുടെ എത്തിക്സ്, നിങ്ങളുടെ എംപതി, നിങ്ങളുടെ ബൗണ്ടറീസ് കൃത്യമായിട്ട് ഒരു നക്ഷലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടുകളുള്ള ആളുകളെ ജനം ബഹുമാനിക്കും. നിലപാടുകളില്ലാത്ത ആളുകളെ, സ്വന്തം സ്റ്റാൻഡ് ഇല്ലാത്തവനെ ആരും ബഹുമാനിക്കുകയില്ല. സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബൗണ്ടറിക്കുള്ളിൽ ഒരു നിലപാട്, ഒരു വാല്യൂ സിസ്റ്റം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് വേറെ ആരും കൺസ്ട്രക്ട് ചെയ്ത് തരികയില്ല. അത് നമ്മൾ പ്രാവർത്തികമാക്കുകയും വേണം. അല്ലെങ്കിൽ വേറൊരുത്തൻ അവന്റെ വാല്യൂ സിസ്റ്റം നിന്റെ തലയുടെ മേളിൽ അടിച്ചേൽപ്പിക്കുകയും നിങ്ങൾ കാലാകാലം ഒരു അടിമയായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ചില ആളുകളുണ്ട് വളരെ റഫ് ആൻഡ് ടഫായിട്ട് പെരുമാറുന്ന ആളുകൾ. കുറച്ച് റഫും ടഫും ഒന്നും പ്രശ്നമല്ല. പക്ഷെ ഞാൻ പറയുന്നത്, ചില ആളുകൾ നിങ്ങളോട് ആക്രോശിക്കുന്ന സമയത്ത്, ഓർഡർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളിലെങ്കിലും ഒരു വിഷമം ഉണ്ടാകാറില്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് യാതൊരു വിനയവും ഇല്ലാതെ പെരുമാറുകയാണെങ്കിലോ തീർച്ചയായിട്ടും അവർക്ക് ഇംപ്രഷൻ ഉണ്ടാവുകയില്ല. അവർ നിങ്ങളെ ബഹുമാനിക്കാനും പോകുന്നില്ല. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ വിനയം അവിടെ ആവശ്യമാണ്. നിങ്ങളിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവൻ താഴ്ന്ന് സേവനം ചെയ്യുക എന്നാണ് മഹത് വ്യക്തിത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിനയാന്വിതരായിരിക്കുക. മദർ തെരേസ പണ്ട് സഹായം ചോദിച്ചു വന്നപ്പോൾ ഒരാൾ തുപ്പിക്കൊടുത്തു. ആ സമയത്ത് അവർ പറഞ്ഞു, എനിക്കുള്ളതായി എൻ്റെ മക്കൾക്കുള്ളത് തരിക. ഇത് കേട്ട് അയാൾ മാനസാന്തരപ്പെട്ട് അവരുടെ ഒരു ഫോളോവറായിട്ട് മാറി. കണ്ടില്ലേ വിനയത്തിന്റെ ശക്തി എന്ന് പറയുന്നത്? അവിടെ അഗ്രസീവായിട്ടാണ് പെരുമാറുന്നതെങ്കിലോ അവിടെ there is no way. The key is empathy, walking in the shoe of other person. വേറൊരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് അയാളുടെ തോട്ട്സ്, ഇമോഷൻസ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അപൂർവ കഴിവാണ് എംപതി എന്ന് പറയുന്നത്. ഒരു സൈക്കോളജിസ്റ്റിനൊക്കെ അദ്ദേഹത്തിന്റെ കൗൺസിലിംഗ് സെഷനിലൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് എംപതി. ഏതെങ്കിലും ഒരു ക്ലയന്റ് വന്ന് ദേഷ്യപ്പെട്ട് കഴിയുന്ന സമയത്ത് തിരിച്ച് അവനോട് ദേഷ്യപ്പെടുകയും ഈഗോ വെച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജിസ്റ്റുകൾ ഈ ഫീൽഡിൽ നിൽക്കേണ്ടവരല്ല. അവർ വേറെ ഏതെങ്കിലും പണിക്ക് പോകുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സൈക്കോളജിസ്റ്റിന് മാത്രമല്ല, നല്ലൊരു വ്യക്തിക്ക് WHO അംഗീകരിച്ചിട്ടുള്ള 10 ലൈഫ് സ്കില്ലിൽ ഒന്നാണ് എംപതി എന്ന് പറയുന്നത്. എന്റെ പല വീഡിയോകളിൽ ഞാൻ എംപതിയെ കുറിച്ച് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വേറൊരാളുടെ കാര്യങ്ങൾ അവന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇന്ന് ആരും ആരെയും മനസ്സിലാക്കാനില്ല. ആർക്കും പല കാര്യങ്ങളും മറ്റുള്ളവരോട്, ഈവൻ കുടുംബത്തിൽ പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം, ഒരു ക്വാളിറ്റി, ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും. ഇഫ് യു ഡോണ്ട് ഹാവ് എംപതി, നിങ്ങളെ വെറും ഒരു പാറക്കല്ലായിട്ട് മാത്രമേ മറ്റുള്ളവർ കരുതുകയുള്ളൂ. അവർ ബഹുമാനിക്കില്ല, ചവിട്ടും തുപ്പും കയറിയിരിക്കും, അത്ര തന്നെ. എംപതിയാണ് വേണ്ടത്, സിമ്പതി അല്ല. മറ്റുള്ളവന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവന്റെ കാര്യം മനസ്സിലാക്കി അവിടെ ലോജിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. സിമ്പതി എന്ന് പറയുമ്പോഴത്തേന് അവന്റെ കൂടെ കൂടി കരഞ്ഞ് എല്ലാം ഉദാരമാവുകയാണ്. ഈ സിമ്പതി അത്ര രസകരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൈൻഡ്നസ് മറ്റുള്ളവരോട് ഉണ്ടായിരിക്കണം. ഒരു ദയവും ഇല്ലാത്ത ഒരു മനുഷ്യനോട് മറ്റുള്ള ആളുകൾക്ക് ബഹുമാനമോ സ്നേഹമോ ഉണ്ടാകുകയില്ല. മറ്റുള്ളവരോട് കൈൻഡ്നസ് കാണിക്കാൻ പറ്റുവാണെങ്കിൽ, ബട്ട് ദിസ് കൈൻഡ്നസ് ഷുഡ് നോട്ട് ബിക്കം യുവർ വീക്ക്നെസ്. ഇത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് ആളുകൾ കണ്ട് നിങ്ങളെ ചൂഷണം ചെയ്ത് നിങ്ങളുടെ രക്തം ഊറ്റി കുടിക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ട് ദയവുണ്ടായിരിക്കണം. അത് അർഹതപ്പെട്ടവന് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൊടുക്കാനുള്ള ബോധവും നമ്മൾ ഡെവലപ്പ് ചെയ്യുക തന്നെ വേണം. അപ്പൊ ആ സമയത്ത് ഇതുള്ള ആളുകൾക്ക് ബഹുമാനം കിട്ടും. തീർച്ചയായിട്ടും ഈ ഒരു കൈൻഡ്നസ് ഇല്ലാത്ത ആളുകൾക്ക് സമൂഹത്തിൽ നിന്ന് ബഹുമാനം എന്നല്ല യാതൊന്നും കിട്ടുകയില്ല. സഹജീവികളോട് ദയവ് കാണിക്കുന്നവനോട് തീർച്ചയായിട്ടും പ്രപഞ്ചം ഓൾറെഡി ദയവ് കാണിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ ഒരു നന്ദി സൂചകം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത്, വി ആർ റെസ്പോൺസിബിൾ ടു ഗീവ് ബാക്ക്, തിരിച്ചു കൊടുക്കാനും ഉത്തരവാദിയാണ് ഈ ഭൂമിയിൽ നിന്ന് വിജയിച്ചു പോകുന്നതിന് മുമ്പ്. സൃഷ്ടാവ് സൃഷ്ടിജാലങ്ങളെയെല്ലാം ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്നു.
പ്രകൃതിയും പ്രപഞ്ചവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് എന്തുകൊണ്ട് സൃഷ്ടിയായിട്ടുള്ള നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല? നമ്മളുടെ ചുറ്റിനുമുള്ള ആളുകൾ, ഇത് കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും, ഇപ്പൊ ചില പേരൻസ് ഒക്കെ ഉണ്ട്, ഇന്ന കുട്ടിയോടാണ് സ്നേഹം കൂടുതൽ. ജോലി സ്ഥലത്തുള്ള ചില ആൾക്കാരുണ്ട്, ഇന്ന ആൾക്കാരെ മാത്രമേ അവർക്ക് കണ്ണി കയറുള്ളൂ, വേറെ ആരും അവർക്ക് പിടിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഈക്വാലിറ്റി അല്ല, അവിടെ സമത്വമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ഗ്രൂപ്പിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിന്റെയോ ഫ്രണ്ട്ഷിപ്പിന്റെയോ കാര്യമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളൊരു ഗ്രൂപ്പിൽ, ഒരു സമൂഹത്തിൽ നിങ്ങളുടെ ഇന്റർപേഴ്സണൽ സ്കില്ല് വെളിവാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് വെളിവാക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ആളുകളെ തുല്യരായി കാണാനും അതുപോലെ പെരുമാറാനും പഠിക്കുക. ആരെയെങ്കിലും നിങ്ങൾ പെറ്റായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അവസാനം ആ പെറ്റ് കൂടെ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ വേറെ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല. അപ്പം പെറ്റിന് മാത്രം സ്നേഹം കൊടുക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും, ഓ ഇനി അവരായി, അവരുടെ പാടായി. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈക്വലി എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുക, സ്നേഹം കൊടുക്കുക, നമുക്ക് പറ്റുന്ന അർഹതപ്പെട്ടവരിലേക്ക് കൈൻഡ്നസ് കൊടുക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആളുകൾ ബഹുമാനിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ പറയുന്നത്, നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ബഹുമാനം കിട്ടാൻ വേണ്ടിയല്ല. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകളെ സമൂഹം ബഹുമാനിക്കുന്നു. ഇത് കേൾക്കുന്നത് കൊണ്ട് ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഒരു മഹാവിജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള അവസരം എനിക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്, കാപ്പ, അറിവാണ് എല്ലാം, നോളജ്, അറിവാണ് എല്ലാം. നമ്മൾ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ഐഡിയാസ് ചോദിക്കാൻ ചെല്ലുന്നു, സൊല്യൂഷൻ ചോദിക്കാനായിട്ട് ചെല്ലുന്നു. റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ആ റിസോഴ്സ് ഉണ്ടെങ്കിൽ വേറെ ഒരു ഗുണവും ഇല്ലാത്തവനാണെങ്കിൽ പോലും അവനെ ആളുകൾ ബഹുമാനിക്കും. നോളജ് ഈസ് പവർ എന്ന് പണ്ട് പഴമക്കാർ മനസ്സിലാക്കി. ഈജിപ്തിലേക്ക്, പ്രാചീന ഈജിപ്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ പിരമിഡിന്റെ സിസ്റ്റത്തിൽ പോലും നോളജ് ഫിൽട്രേഷൻ ഉണ്ടായിരുന്നു. താഴെ തട്ടിലേക്ക് എന്ത് നോളജ് പോകണം എന്നുള്ളത് മുകളിലുള്ള ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏൻഷ്യന്റ് കാലഘട്ടത്തിൽ വരെ ആളുകൾ നോളജിന്റെ പവർ എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ആധുനിക കാലത്ത് പലർക്കും ഈ നോളജിന്റെ പവർ അറിയില്ല. ഈ നോളജ് എന്ന് പറയുന്നത് തനിക്ക് സർവൈവ് ചെയ്യാനും ജീവിക്കാനും വേണ്ട എന്തോ ഒരു സാധനം മാത്രമാണ്. അത്രയൊക്കെ അറിവ് മതി. എന്ന് വെച്ചാൽ ഉപരിപ്ലവമായിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ ലെവൽ മാത്രമാണ്. ക്രിയേറ്റീവ് ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി നോളജ് വേണം. എല്ലാ മേഖലയിലും നോളജ് ഉണ്ടാക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബട്ട് വേഴ്സറ്റൈൽ ജീനിയസുകൾ, പോളിമാത്തുകൾ എല്ലാ മേഖലയിലും കൈവെക്കാറുണ്ട്. പരമാവധി പറ്റുന്നത് പോലെ ആഴത്തിലേക്ക് പോകാറുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഏരിയയിലെങ്കിലും, നിങ്ങളൊരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ആണെങ്കിൽ, നിങ്ങൾ ബിടെക് കമ്പ്യൂട്ടർ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കമ്പ്യൂട്ടർ പോയിട്ട് ഒരു റേഡിയോ എങ്കിലും നന്നാക്കാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾ സൈക്കോളജി പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ക്ലയന്റ് വരുമ്പോൾ അവരെ ഡീൽ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾ ഇനി ഒരു സാഹിത്യം പഠിച്ച ആളാണെങ്കിൽ മിനിമം ഒരു പോയം എഴുതാനോ ഒരു സ്റ്റോറി എഴുതാനോ അറ്റ്ലീസ്റ്റ് ആളുകളോട് സംസാരിക്കാനോ എങ്കിലും ഒരു വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങളുടെ ഏരിയ എന്താണോ, ഓക്കെ, ആ ഏരിയയിൽ പരമാവധി നോളജ് എപ്പോഴും അക്വയർ ചെയ്തുകൊണ്ടിരിക്കണം. അത് റീഡിങ്ങിൽ കൂടെയും ശ്രവിക്കുന്നതിലൂടെയും. പണ്ടൊക്കെ റീഡിംഗ് ആണ് ഡൊമിനേറ്റ് ചെയ്തു നിന്ന കാലം. പക്ഷെ ഇന്ന് ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്നെ നോക്കാതെ ആയിരിക്കും പലരും കേൾക്കുന്നത്. പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏത് ഏരിയയിൽ നിന്നാണോ നമുക്ക് നോളജ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് ആ ഏരിയയിൽ നിന്ന് എപ്പോഴും നോളജ് തുറന്നു വെച്ചിരിക്കണം. നമ്മുടെ ഭാരതീയ പുരാണങ്ങളിൽ പറയുന്നത് നോളജ് ഈസ് ലൈക്ക് വിൻഡ്, അറിവ് എന്ന് പറയുന്നത് ഒരു കാറ്റ് പോലെയാണ്. ഓപ്പൺ ഓൾ ദ ഡോർസ് ആൻഡ് വിൻഡോസ് ആൻഡ് അലോ ഇറ്റ് ടു എൻറ്റർ ഇൻ ടു. എല്ലാ ജനലുകളും വാതിലുകളും തുറന്നിടുക, അതിനെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുവദിക്കുക. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇതിന്റെ ഒരു മഹത്വം തിരിച്ചറിയുവാൻ. സോ എപ്പോഴും അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളൊരു വൻമരമാകാനായിട്ട് വിളിക്കപ്പെട്ട ആളാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ഗട്ട് ഫീലിംഗ് ഈശ്വരൻ തന്നനുഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡ്യൂഷനെ ശ്രവിക്കാനുള്ള ഒരു കഴിവ് ഈശ്വരൻ തന്നനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നതും പല തീരുമാനങ്ങൾ എടുക്കുന്നതും ഒക്കെ നമ്മുടെ ലോജിക്കൽ മൈൻഡ് ഫെയിൽ ആകുന്ന സമയത്ത് ഈ ഇൻഡ്യൂഷന്റെ പുറത്തായിരിക്കും. പക്ഷെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിച്ചു, കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അഭിപ്രായം ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് റീ അഷുറൻസിന് നിൽക്കരുത്. ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ ചെയ്തോട്ടെ, അത് ചെയ്താൽ ശരിയാവോ. അപ്പൊ തന്നെ അവർക്കുണ്ടാകുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ഹി ഓർ ഷീ ഈസ് നോട്ട് കോൺഫിഡന്റ് ഇനഫ് ടു ഡു ദിസ്. അപ്പൊ അതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല, എന്തെങ്കിലും അവർക്ക് തോന്നിയത് പറയുന്നു, വലിയ കഥയൊന്നുമില്ല, നിങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ.
അത് വേറൊരാൾക്കല്ല അതിനുള്ള വരം കൊടുത്തിരിക്കുന്നത്. സോ ആ കിട്ടിയ കയ്യിലുള്ള വരം എന്ന് പറയുന്നത്, ആ രത്നങ്ങൾ കളയരുത്. ഇൻഡ്യൂഷനെ ശ്രവിക്കുക, ട്രസ്റ്റ് ചെയ്യുക. വേറുള്ളവരിൽ നിന്ന് റീ അഷ്വറൻസിന് പോകാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും. അല്ലെങ്കിൽ ആളുകളാൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾക്കുള്ള ഒരു ആത്മീയപരമാണിത്. യുവർ പൊട്ടൻഷ്യൽ ഈസ് വെരി ഹൈ ആൻഡ് യു ആർ നോട്ട് സ്വെറ്റിംഗ് ഫോർ സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിയർക്കാതിരിക്കുക. വിയർപ്പിന്റെ അസുഖത്തിന്റെ കാര്യമല്ല പറയുന്നത്. ചെറിയ കാര്യങ്ങൾ, നിങ്ങളെ പൊട്ടൻഷ്യലിനും വളരെ താന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വ്യഗ്രതപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് എത്രയോ വലിയ പർപ്പസുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ക്രിയേറ്റീവ് കഴിവെങ്കിലും ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. പക്ഷെ പലരും കണ്ടെത്തുന്നില്ല എന്നുള്ളത് വേറൊരു സത്യം. എന്നിരുന്നാലും വലിയ ഹയർ പർപ്പസ്, ഹയർ കോള് ഏറ്റെടുത്തത് പ്രാവർത്തികമാക്കാനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യൻ വ്യഗ്രതപ്പെടുകയാണ്. ചെറിയ ഡേ ടു ഡേ ജോബുകളിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വ്യഗ്രത ഗുണം ചെയ്യുകയില്ല. ഒരല്പം സ്ട്രെസ് ഉള്ളത് നിങ്ങളെ ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്തേക്കാം. ബട്ട് സംടൈംസ് നിങ്ങളുടെ ഇൻട്രൻസിക് ആയിട്ടാണ് മോട്ടിവേഷൻ വരേണ്ടത് എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു കഴുതയുടെ മുന്നിൽ ഒരു വടിയുടെ അറ്റത്ത് കാരറ്റ് കെട്ടിയിട്ട് അതിന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കാരറ്റ് ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ച് കഴുത നടക്കും. ഇത് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ ആണ്. ബട്ട് ഉള്ളിൽ നിന്ന് അതാ അവിടെ ഒരു കാരറ്റ് ഉണ്ട്, എനിക്കത് പോയി എടുക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പെർഫോമൻസ് ബെറ്റർ ആകും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പൊട്ടൻഷ്യൽ വളരെ ഹൈ ആണ്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിയർക്കുക. ബിഗ് തിങ്സിന് വേണ്ടി വിയർക്കുക. ചെറിയ കാര്യങ്ങളെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്കാണ് കൂടുതൽ ബഹുമാനം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതർവൈസ് നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വ്യഗ്രതപ്പെട്ട് ഓടുകയാണെങ്കിൽ ആളുകൾക്ക് വലിയ വിലയൊന്നും ഉണ്ടാകില്ല. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇവൻ അല്ലെങ്കിൽ ഇവളെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നത്, വേർത്തുകൊണ്ടിരിക്കുന്നത്, എന്തിന്റെ ആവശ്യമാണിത് എന്നുള്ളൊരു സബ് കോൺഷ്യസ് തോട്ട് സഹജീവികൾക്കുണ്ടാകും. ഇവിടെ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഓർമ്മ വേണം. ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ സെൽഫ് ഡെവലപ്മെന്റ്. വേറൊരാൾ ഒരുത്തിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ലെവൽ വരെ വളർന്നു എന്നുള്ളതിന്റെ ഒരു അളവ് പോലാണ് തീർച്ചയായിട്ടും അത്. അതുകൊണ്ട് ഏത് സമയത്തും ഒരു ബോസിന്റെ അടുത്താണെങ്കിൽ അവനെ ഭയപ്പെട്ടത് കൊണ്ടല്ല, എന്റെ ജോലി പോകുമോ, എന്റെ ശമ്പളം കുറയുമോ, എന്റെ ഇൻക്രിമെന്റ് കുറയുമോ, എനിക്ക് കയറ്റം കിട്ടാതിരിക്കുമോ ഒന്നും വിചാരിച്ചുകൊണ്ടല്ല. ഡെഡ് ലൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൺ ദ ടൈം അത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ പവറാണ്. അത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ആദ്യം അത് പറയുക. ഇതെനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല, കൂട്ടിയാൽ കൂടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കണം. ഇനി പൂർത്തിയാക്കിയിട്ട് പരാജയപ്പെടാനായിട്ട് ഉറപ്പായി പരാജയത്തിന്റെ അറ്റത്ത് എത്തിയെങ്കിൽ പോലും അത് നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താം, ഞാൻ ഇങ്ങനെ ആയി മാറി. അവിടെ നമ്മൾ ഒരു ഡെസ്പാകേണ്ട ഒരു ആവശ്യമില്ല. എവരിത്തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്ന എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ മനുഷ്യൻ നമ്മുടെ ജീവിതം ഇങ്ങനെ അല്ലല്ലോ ഉണ്ടാകുക. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പരമാവധി ഡെഡ് ലൈനുകളെ നമുക്ക് ആ ഒരു ടൈം ബൗണ്ടഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ ഇനി 1, 2, 3 എണ്ണം ഫെയിൽ ആയാലും 10 എണ്ണം വിജയിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഹി ഓർ ഷീ ഓൾറെഡി ക്രിയേറ്റഡ് ആണ് ഇംപ്രഷൻ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സഹജീവികൾക്ക് മനസ്സിലാകും. നെക്സ്റ്റ് തിങ്, ചില ആളുകൾ സുഹൃത്ത് ബന്ധമായാലും സ്നേഹബന്ധമായാലും ഒക്കെ വളരെ ക്ലിങ്ങി ആയിട്ടിരിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടിച്ചു തൂങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. വേറൊരാളുടെ സമയം നിങ്ങളെ പ്രതി വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ ഒപ്പമുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു തിരക്കുണ്ട്, അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവർ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും ചെലവഴിച്ചു കൊള്ളുക. പക്ഷേ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സമയത്തിന് വില കൽപ്പിക്കുക. അങ്ങനെ നമ്മൾ വില കൽപ്പിക്കാതിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വില കൽപ്പിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇഫ് യു ആർ നോട്ട് റെസ്പെക്ടിങ് ദ ടൈം ഓഫ് അതർ പീപ്പിൾ, ദേ വിൽ നോട്ട് റെസ്പെക്ട് യു. നിങ്ങൾ മറ്റുള്ളവരുടെ സമയത്തിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വില കൽപ്പിക്കുകയില്ല. നെവർ ജഡ്ജ് എനിവൺ ബൈ ദ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബട്ട് മോസ്റ്റ് പീപ്പിൾ, സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരുടെ അപ്പിയറൻസ് നോക്കിയാണ് ജഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വലിയ സ്വർണ്ണമാലയൊക്കെ ഇട്ട് നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിച്ച്, സിമ്പിൾ ഡ്രസ്സ് ധരിച്ച്, ആ ഒരു മിനിമം നിങ്ങൾക്ക് ഉള്ളത് വൃത്തിയിൽ ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു തോർത്തുമുണ്ടേ ഉള്ളെങ്കിൽ അത് വൃത്തിയിൽ അലക്കി കുളിച്ചു പോവാം. വളരെ ലക്ഷൂറിയസ് ഡ്രസ്സിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ ലോകത്തിലെ മില്യണേഴ്സിനൊക്കെ എടുത്തു നോക്കുക, അവരുടെ ഫാൻസി ചിലപ്പോൾ ഭയങ്കര ലക്ഷൂറിയസ് ഡ്രസ്സൊക്കെ ഇട്ട് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവരെ ഇതിനു വേണ്ടി ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് അതൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല. അവരൊരു സിമ്പിൾ ജസ്റ്റ് ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വേഷമായിരിക്കും അവർക്ക് ഉണ്ടാകുക. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഡ്രസ്സിങ്
നീറ്റും സിമ്പിളും ആയിരിക്കണം. ലക്ഷൂറിയസ് ആകണം നിർബന്ധമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. ബട്ട് എപ്പോഴും ഓവറായിട്ട് ഒരു ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റിയെ പോലെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് വേഷം കെട്ടലുകൾ നടത്തുന്ന സമയത്ത് ആളുകൾ വലിയ ബഹുമാനമൊന്നും തരില്ല, വലിയ ഇമ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ദേഹം മുഴുവൻ പെയിന്റ് അടിച്ച് എന്തെങ്കിലും കോലം കെട്ടി നടന്ന ഫാഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിലയൊന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പുറത്തുള്ള ആ സംഗതികൾക്കല്ല, തലയ്ക്കകത്ത് എന്തുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്ന വെല്ലുവിളിക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വില തരുള്ളൂ, നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകളും വില തരികയുള്ളൂ. ചില ആളുകളുണ്ട്, നല്ല കഴിവുണ്ടാവും, പൊട്ടൻഷ്യൽ ഉണ്ടാവും, ബട്ട് ദ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് പറ്റ ഫ്ലോപ്പാണ്. ബോഡി ലാംഗ്വേജിൽ എപ്പോഴും വ്യഗ്രതയായിരിക്കും, ആശങ്കയായിരിക്കും, ഓട്ടമായിരിക്കും, പരതലായിരിക്കും, വേർക്കലായിരിക്കും. ആളുകൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് അവിടെ ഉണ്ടാകുക. തീർച്ചയായിട്ടും നിങ്ങൾ കൂളായിട്ടിരിക്കുക. നിങ്ങൾ ആരും ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. നിങ്ങളൊരു ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ പൂർവികരൊക്കെ ഉണ്ടാക്കി വെച്ച മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. അത് ഓൾമോസ്റ്റ് ലോകമൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടുവരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ ആരുടെ അടിമയൊന്നുമല്ല, നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നിങ്ങൾക്കൊരു വർക്ക് പ്ലേസ് ആണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ കൂളായിട്ടിരുന്ന കാര്യങ്ങൾ ചെയ്താലേ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതായിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരു കൂൾ ലുക്ക്, ഒരു കൂൾ ബോഡി ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സംഗതയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരു നടപ്പിനും ഇരിപ്പിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റിയോട് കൂടി പെരുമാറാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീപ്പിൾ വിൽ റെസ്പെക്ട് യു. അതർവൈസ് നിങ്ങൾക്കൊരു ബോഡി ലാംഗ്വേജ് പറ്റ അബദ്ധമാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയില്ല. അതിപ്പോ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുന്നവരാണെന്ന് പറഞ്ഞിട്ടോ ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ലോകത്തിലെ ഓരോ നേതാക്കന്മാരെ എടുത്തു നോക്കുക, പൊളിറ്റീഷ്യൻസ്, അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയൊക്കെയുള്ള ആളുകൾ, അവരുടെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മില്യണേഴ്സും ബില്യണേഴ്സും അവരുടെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ശരീരത്തിനെ അലങ്കരിക്കുന്നതിൽ ഞാൻ തെറ്റു പറയുന്നില്ല, പക്ഷെ ആ അലങ്കാരം അമിതമാകരുത്. ശരീരത്തിനെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുകയാണ് വേണ്ടത്. നമുക്ക് കോൺഫിഡൻസ് കുറയുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് വെച്ചുകെട്ടുകൾ വരുന്നത്. ഇത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ അതിൻ്റെതായ ഒരു രീതിയിൽ നിങ്ങളുടെ മനസ്സിന്റെ ഒരു വേദന കൊണ്ട്, ഒരു കുറവ് കൊണ്ട്, ഒരു ഇൻഫീരിയോറിറ്റി കൊണ്ടല്ല നിങ്ങൾ കാത് കുത്തേണ്ടതും മൂക്ക് കുത്തേണ്ടതും പച്ച കുത്തേണ്ടതും അല്ലെങ്കിൽ നിങ്ങളുടെ വേഷവിധാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതും തലമുടിയുടെ കളർ മാറ്റേണ്ടതും. ദൈവം തന്ന ഈ ശരീരം നിങ്ങൾ അതായ രീതിയിൽ ഉപയോഗിക്കുക, അതിനെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക, ഹെൽത്തി ആയിട്ട് കൊണ്ടുനടക്കുക. എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ശരീരത്തിൽ കാണിച്ചുകൊണ്ട് കാര്യമില്ല. ശരീരത്തിന് വ്യായാമം കൊടുക്കണം, മനസ്സിന് മനസമാധാനം കൊടുക്കണം, ആത്മാവിന് ശുശ്രൂഷയും ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ വേൾഡ് വിൽ നോട്ട് ഓൺലി റെസ്പെക്ട് യു ബട്ട് ഓൾസോ ഇറ്റ് വിൽ ഫോളോ യു. നിങ്ങൾ ആരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്കുള്ള ബഹുമാനത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നു. ഒരു ഉപകാരവുമില്ലാത്ത അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ സ്വയവും മറ്റുള്ളവരെയും നശിപ്പിക്കുന്ന അവസ്ഥയിലാണ് നിലകൊള്ളുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക. ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. യെസ് പറയേണ്ട സമയത്ത് യെസ്സും നോ പറയേണ്ട സമയത്ത് നോയും കൃത്യമായിട്ട് പറയാനായിട്ട് പഠിക്കുക. അഗ്രഷനോ പാസിവിറ്റിയോ കൂടാതെ ആവശ്യപ്പെടുന്നിടത്തും വ്യക്തമായ ഗ്യാപ്പ് ഉണ്ട് എന്ന് തോന്നുന്ന സമയങ്ങളിലും മാത്രം ഇറങ്ങി പ്രവർത്തിക്കുക. ഒരാൾ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്താൽ അതിന് വില കൊടുക്കുക. മേലുദ്യോഗസ്ഥനെയോ സഹപ്രവർത്തകരെയോ അങ്ങോട്ട് പഠിപ്പിക്കാൻ പോകരുത്. അവർ അഭിപ്രായം ചോദിച്ചാൽ മാത്രം സംസാരിക്കുക. ആര് നിങ്ങളെ ഫോഴ്സ് ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ നല്ലതാണ് എന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. ആര് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടാലും തള്ളിവിട്ടാലും ചാർജ് കയറ്റി വിട്ടാലും അവരുടെ ഹിതത്തിനനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾക്കൊരു ആത്മാവും മനസ്സും ഇത്രയും വിലയേറിയ ഒരു ശരീരവും ക്രിയേറ്റർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഡ്യൂഷൻ ശ്രവിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ ലോജിക്കൽ മൈൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇൻഡ്യൂഷനെയും ലോജിക്കിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകരുത്. ബാലൻസ് അതൊരു ആർട്ടാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമാണ്. ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആളുകൾ ചുറ്റിനും ഉണ്ടാവും. ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾക്കെല്ലാം മറുപടി കൊടുക്കാനായിട്ട് നിൽക്കരുത്. വഴിയിൽ നിന്ന് കുരച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ നായ്ക്കളെയും കല്ലെറിയാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനാവുകയില്ല. അമ്പിളിയമ്മാവനെ നോക്കി പട്ടി കുരച്ചതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരെ ഇഗ്നോർ ചെയ്യുക. പക്ഷേ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ് പറയുന്നതെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് എന്ത് കറക്ഷനാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കി അത് ചെയ്യാവുന്നതാണ്. അതിന് പകരം ആക്ഷേപം, നിഷേധം, നെഗറ്റിവിറ്റി തുടങ്ങിയ നിഷേധികളെയൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാനാകട്ടെ. നമ്മുടെ പ്ലാനുകളും ആശയങ്ങളും ഐഡിയാസും എല്ലാം മറ്റുള്ളവരോട് വിളിച്ചു പറയാനൊരു ടെംപ്റ്റേഷൻ നമ്മൾക്കുണ്ടായിരിക്കും. അത് അതിന്റെ സമയമാകുമ്പോൾ ഫൈൻ ട്യൂൺ ആയി കഴിയുമ്പോൾ മാത്രം പുറത്ത് പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റിനും ചെറിയൊരു മിസ്റ്ററി ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് റെസ്പെക്റ്റിനെ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുക. നമ്മളുടെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് അതുണ്ടായിരിക്കണം.
ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പ്രധാനപ്പെട്ടത് ആദ്യം ചെയ്യുകയും വേണം. ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല ആദ്യം ചെയ്യേണ്ടത്, പ്രധാനപ്പെട്ടവയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. സോ ഇത് നിങ്ങളെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സഹായിക്കും. സോ റെസ്പെക്ട്, RESPECT, റെസ്പെക്ട് എന്ന് പറയുന്ന വാക്കിലെ ഓരോ അക്ഷരങ്ങളിലൂടെയും ഞാനിത് ചുരുക്കി പറയുകയാണ്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമെമ്പർ കൈൻഡ്നസ്, ദയാലുവായിരിക്കുവാനായിട്ട് ഓർക്കുക. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകറേജ് അതേഴ്സ്, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക, ശക്തിപ്പെടുത്തുക, ഒരു പോസിറ്റീവ് ഇൻഡിവിജ്വൽ ആയിരിക്കുക. ബിക്കോസ് ഐ ആം ഓക്കെ, യു ആർ ഓൾസോ ഓക്കെ. S ഫോർ സ്റ്റാൻഡ് ഫേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലപാടുകളോട് കൂടി ഫേം ആയിട്ട് ഡീസന്റ് ആയിട്ട് നിൽക്കുക. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ സ്മാർട്ട് ആൻഡ് ഫെയർ. സ്മാർട്ട് വർക്കാണ് വേണ്ടത്, ഹാർഡ് വർക്ക് അല്ല. അതുകൊണ്ട് സ്മാർട്ടായിട്ട് കളിക്കുക, മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് യുവർ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സഹായത്തിനുള്ള കരങ്ങൾ അവസരോചിതമായി മറ്റുള്ളവരിലേക്ക് നീട്ടിക്കൊടുക്കുക. ബിക്കോസ് വി റൈസ് ബൈ ലിഫ്റ്റിംഗ് അതേഴ്സ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് നോ ഹാം, നോ അഗ്രഷൻ, നോ പാസിവിറ്റി, എപ്പോഴും വിനയം, ഹ്യൂമിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കീപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. The last letter of respect is T. അതിൽ നിന്ന് പറയാൻ സാധിക്കുന്നു think before you speak and act, അല്ലെങ്കിൽ think before you do. അതായത് സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുൻപ് ഒന്ന് ആലോചിക്കുക. ഈ കാര്യങ്ങളോടൊപ്പം നിങ്ങൾ ഇതെല്ലാം കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്, if you want to be respected, give respect, take respect. അതുകൊണ്ട് മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നവലോകം പടുത്തുയർത്താം. നമസ്തേ.